ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും ഉച്ചക്ക് എന്ത് കഴിക്കും? വൈകുന്നേരം എന്ത് കഴിക്കും? നമ്മൾ അസുഖം വരുമ്പോഴേ എവിടെയാണ് പോകുന്നത്? ആശുപത്രിയിൽ ആര് കാണും? ഡോക്ടർ എന്ത് ചെയ്യും? എന്ത് വെച്ച് പരിശോധിക്കും? പരിശോധിച്ചിട്ട് എന്ത് തരും? നമ്മൾ മരുന്നിന് എന്ത് ചെയ്യും? അപ്പൊ പനി കുറയും ഇല്ലേ? ആശുപത്രിയിൽ വേറെ എന്തെല്ലാം ഉണ്ട്? രോഗികളെ ഇരുത്തിക്കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ എന്റെ പേരെന്തോന്നു? വീൽ ചെയർ അല്ലേ? ആ, രോഗികളെ കിടത്തി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നതാണ് സ്ട്രെച്ചർ. സ്ട്രെച്ചർ അല്ലേ? നമ്മൾ രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ആഹാരം കഴിക്കുന്നതിന് മുമ്പേ കൈയും വായും കഴുകണം അല്ലേ? തുറന്നിരിക്കുന്ന ആഹാരം കഴിക്കാൻ പാടില്ല. മണ്ണിൽ കളിച്ച് കൈ വൃത്തികേടായ കഴുകി വൃത്തിയാക്കണം അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ ദിവസവും 2 നേരം കുളിക്കണം, 2 നേരം പല്ല് തേക്കണം, രാത്രിയും രാവിലെയും പല്ല് തേക്കണം. അപ്പൊ നമുക്ക് എന്ത് വരില്ല? അസുഖം വരില്ല അല്ലേ? അടുത്ത് നമ്മള് ആഹാരം കഴിക്കണം അല്ലേ? നല്ല ആഹാരങ്ങൾ കഴിക്കണം, എന്നാലേ അസുഖം വരാതിരിക്കുള്ളൂ അല്ലേ? അസുഖം വന്നാൽ നമ്മൾ എവിടെ പോണം? ആശുപത്രിയിൽ. ആര് കൊണ്ടുപോകും? അമ്മ കൊണ്ടുപോകും. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ തരുന്ന മരുന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യും? കുടിക്കും. തുപ്പിക്കളയോ ആരെങ്കിലും? എന്നാലേ നമുക്ക് അസുഖങ്ങളെല്ലാം കുറയുള്ളൂ ഇല്ലേ? കുഞ്ഞവറാൻ കൈയും വായും കഴുകാതെ കഴിച്ചത് കൊണ്ടാണ് എന്ത് പറ്റിയത്? കുഞ്ഞവറാൻ അസുഖം വന്നത് അല്ലേ? രോഗിയായി പോയത് കുഞ്ഞവറാൻ അല്ലേ? അതുകൊണ്ട് നമ്മള് എങ്ങനെ നടക്കണം? ശുചിയായിട്ട് നടക്കണം. എങ്ങനെ നടക്കണം? നല്ല കൈയും വായും ഒക്കെ കഴുകി എന്നും പല്ല് തേച്ച് വൃത്തിയായിട്ട് നടക്കും ഇല്ലേ നമ്മള്?